ആലോചിക്കുന്നു. 24 മണിക്കൂർ ആയിട്ടില്ല. പാർട്ടി നേതാക്കന്മാർ ആലോചിച്ചിട്ട് അക്കാര്യത്തിൽ എന്താ ചെയ്യണമെന്ന് ആലോചിക്കും. അതിനകത്ത് എന്താവുന്നു? അത് ഇത്തരം കാര്യങ്ങൾ മറ്റൊരു പാർട്ടി എടുക്കുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, രണ്ടുപേര് ജയിലിലായിട്ട് എത്ര കാലമായി? CPM സംസ്ഥാന സമിതി അംഗം എന്തിനാ ജയിലിലായിരിക്കുന്നത്? ഭഗവാന്റെ സ്വർണം കട്ടതിന്. ഇന്ത്യ ചരിത്രത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഭഗവാന്റെ സ്വർണം കട്ടതിന് ജയിലിൽ പോവുക. എന്താ നടപടി എടുക്കാത്തത്? നടപടി എടുക്കണ്ടല്ലേ? രണ്ടുപേർക്ക് നടപടി എടുക്കണമല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ എന്താ, ഇപ്പം ഹൈക്കോടതിയിൽ SIT ആവശ്യപ്പെട്ടിരിക്കുകയാണ് സമയം നീട്ടിക്കെട്ടണം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ സമയം നീട്ടിക്കെട്ടണം എന്നാണോ ഇതിന്റെ അർത്ഥം? അത് അല്ല, അങ്ങനത്തെ ഒരു വിഷയമാണെങ്കിൽ പിന്നെ വേറെ ചില കാര്യങ്ങളുണ്ട്. ഞങ്ങള് കൃത്യമായി നടപടി എടുത്തിട്ടുണ്ട്. അതേ വിഷയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സമാനമായ ഒരുപാട് വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. ഒരുപാട് സമാനമായ വിഷയങ്ങൾ അപ്പുറത്തുണ്ടായിരുന്നു. ആ വിഷയത്തില് എന്താണ് ആ പാർട്ടി ചെയ്തതെന്നുള്ള കാര്യം പൊതുസമൂഹത്തിന് മുന്നോട്ട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കാര്യം പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇത്തരം വിഷയങ്ങളിൽ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ഇവിടത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. വെയിറ്റ് അല്ല, വേറെ ഒന്നുകൂടെ അത്രേ അക്കാര്യത്തിലുള്ളൂ. അതൊന്നും ഞാൻ അത്തരം കയ്യേറ്റങ്ങളൊന്നും ഞങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. പാർട്ടിയുടെ നിലപാട് പൊതുസമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച്, നാടിന്റെ അന്തസ്സിനനുസരിച്ച് പാർട്ടി നിലപാടെടുക്കും. അത് ഞങ്ങളെ പാർട്ടിയിലൊരു സിസ്റ്റമില്ലേ? നിങ്ങളൊന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ 24 മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല പരാതി വന്നിട്ട്. അപ്പൊ ഞങ്ങളുടെ നേതാക്കന്മാരൊന്നും കൂടിയാലോചിക്കട്ടെ. അതിന് നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നം? നിങ്ങൾക്കിത് ഇപ്പം തീർത്തേ പറ്റുള്ളൂ എന്നാണോ ഉള്ളത്? ഒരു പാർട്ടിയല്ല ഞങ്ങളുടെ ഒരു പാർട്ടി. മറ്റ് പാർട്ടികൾ നടപടിയെടുത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് ഇയാൾ പറഞ്ഞത് അതും സമാനമല്ല എന്നാ പറയുന്നത്. സ്വർണം കട്ട കേസ്, അത് അയ്യപ്പന്റെ സ്വർണം കട്ട കേസ് ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. അത് ചർച്ച പോലും ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഗൗരവമുള്ളതാണ്. ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ ഗൗരവപരമായ കാര്യം ഞങ്ങൾ ഗൗരവപരമായി ഗൗരവപരമായി മുന്നോട്ട് പോകും. ഗൗരവതരമായിട്ട് തന്നെ കാട്ടി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ നിങ്ങൾക്ക് ഇതേ ചോദിച്ചാൽ വേറെ എന്തും കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടോ? അല്ല, ഞാനിതിപ്പോ 6ാമത്തെ തവണയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ സഹോദര, ഞാൻ കടക്ക് പുറത്തെന്ന് പറയുന്നൊരു നേതാവല്ല. മാധ്യമപ്രവർത്തകർ വന്നാൽ അടിച്ചു ചാടിക്കുന്ന നേതാവല്ല. കടക്ക് പുറത്തുനിന്ന് ആരോടും പറയാറില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ മാറിപ്പോകുന്ന ഒരു നേതാവുമല്ല. മര്യാദക്ക് ഉത്തരം പറയുന്ന, പക്ഷെ ജനാധിപത്യ മര്യാദ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം മാത്രമേ കിട്ടുന്നു പറഞ്ഞാൽ അത് നടക്കില്ല കൂട്ടാ. ശരി.